എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ആഘോഷങ്ങളൊക്കെ എവിടെ വരെ പോകുന്നു. ഞങ്ങൾക്ക് ഇവിടെ മാരിയമ്മയുടെ അമ്പലത്തിൽ 10ാം മാസം ആട്ടോ. അപ്പോൾ പിന്നെ ചെണ്ടയും കൊട്ടും മേളൊക്കെ ആയിരിക്കും. അപ്പം ക്രിസ്മസ് ആയിട്ട് വെക്കേഷന് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ദിസ് ഇസ് മൈ ഹസ്ബൻഡ് അനിഷി മോഹൻ. വെക്കേഷന് വന്നതാണ്, ബട്ട് സ്റ്റിൽ ഈസ് ഓൾവേസ് ബിസി വിത്ത് ഹിസ് വർക്ക്. എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു. പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. മൈ കണ്ടോളൻസ്. എന്റെ വിധി. എത്ര ലീവ് എന്തെങ്കിലും ജോലി ഉണ്ടാവും അല്ലേ? സോ ഓക്കെ, യു ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക്. സോ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. അനി എൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി കൊടുത്തയച്ച് ഒരു സ്വീറ്റാണ്, പണ്ടത്തെ സ്വീറ്റാണ്. തേൻ മിഠായി എന്നൊക്കെ പറയും അല്ലവോ? തേൻ മിഠായി എന്ന് പറയും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിൽ തേൻ ഉണ്ടാവാൻ വഴിയില്ല, പഞ്ചസാര വെള്ളമായിരിക്കും. അപ്പോൾ ഇതൊക്കെ പഴയ ഒരു നൊസ്റ്റു അടിച്ചു എനിക്ക്. അപ്പോൾ എനിക്ക് വേണ്ടി അച്ഛൻ 2 പൊതി സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു. പിന്നെ അച്ഛൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിൽക്കി മിസ്റ്റ്, എൻ്റെ മോളുടെ പ്രിയപ്പെട്ട മിൽക്കി മിസ്റ്റ്. വാ പാറു, ഇതാരാ തന്ന പൊന്നിനെ? അപ്പ് തന്നതാ. അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 2 ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ബോക്സ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തുറന്നേ പൊന്ന. ഓപ്പൺ ദാറ്റ് ബോക്സ്. നൈസ്. പിന്നെ എൻ്റെ നന്ദൂട്ടൻ്റെയും സിദ്ധുൻ്റെയും ഫേവറേറ്റ് ബ്ലൂബെറി ഫ്ലേവറുള്ള ചോക്ലേറ്റ്. സോ ഇതൊക്കെയാണ് അവരുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വകയും അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ. സമ്മാനങ്ങൾ. സോ ദിസ് വൺ എൻ്റെ ഹസ്ബൻഡിൻ്റെ കലീഗ് പ്രേരണ. ഓക്കെ, ഷീ ഗിഫ്റ്റഡ് ഫോർ മൈ ഗേൾ. പാറുവിന് വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ ഇത്. സോ ദീസ് ആർ ഫ്യൂ സ്ക്രാപ്പ് ബുക്സ് ആൻഡ് ഫ്യൂ തിങ്സ് ആൻഡ് ഓൾ വിച്ച് ഷീ ലവ്സ്. അവൾക്ക് വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാറുവിന്. സോ ദാറ്റ് വാസ് ഗിഫ്റ്റഡ് ബൈ പ്രേരണ ടു മൈ ഗേൾ. ഇത്തവണ ക്രിസ്മസിന് എൻ്റെ പിള്ളേർക്ക് ശരിക്കും ഗോൾ അടിച്ചു കേട്ടോ. എൻ്റെ സിസ്റ്റർ ഇൻ ലോ കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ഷീ ഹാസ് ഗിഫ്റ്റഡ് ഫ്യൂ തിങ്സ് ഫോർ ഹെർ. ദിസ് ഇസ് ദ സ്വെറ്റ് ഷർട്ട് ഫോർ പാറു. തുറന്നാണിക്ക് ഇതാരാ തന്നെ? അമ്മൂമ്മ. ഡിഡ് യു ലൈക്ക് ഇറ്റ്? യെസ്. സോ ദർ ഇസ് എ പെയർ ഓഫ് പാൻറ് ഓൾസോ ഫോർ ദാറ്റ്. പിന്നെ എൻ്റെ നന്ദുകുട്ടന് അവൻ്റെ ഫേവറേറ്റ് ആണ് ഈ സ്പൈഡർമാൻ, എല്ലാ മാനും, ബാറ്റ്മാൻ, ഹീമാൻ, സൂപ്പർമാൻ, എവറി മാൻ. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു ടീഷർട്ട്. ഹീ ജസ്റ്റ് ലവ് ഇറ്റ്. ഡിഡ് യു ലൈക്ക് ഇറ്റ്? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഫോർ മൈ സിദ്ധു ബോയ്, മൈ ബിഗ് ബോയ്, ഒരു ടീഷർട്ടും ഒരു ജീൻസ്. ബാക്ക് ടു മൈ ഫേവറേറ്റ് പ്ലേസ്, അടുക്കള. അപ്പോൾ എന്ത് ക്രിസ്മസ് ആയാലും ഓണായാലും വിഷു ആയാലും അല്ലെങ്കിൽ ഒരാഘോഷം ഇല്ല എങ്കിലും വീട്ടമ്മമാർക്ക് 24 മണിക്കൂർ ജോലിയുള്ള ഒരു സ്ഥലമാണ് അടുക്കള. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ക്രിസ്മസ് മാത്രമല്ല, ഹസ്ബൻഡും 1 മാസം കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. സോ ഫ്യൂ ആളുടെ ഫേവറേറ്റ് ആയ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. സോ ഫൈനൽ സ്റ്റേജിലാണ്. എല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാവേ. ഹലോ, അപ്പോൾ ഉച്ചയായി. ഇന്നത്തെ എൻ്റെ ലഞ്ച് മെനു എന്താണെന്ന് കാണാം. ഇത് ചോറ്, നല്ല ചോറ്. ഓക്കെ. പിന്നെ രാവിലെ വെച്ച ഇഡ്ലിക്കൊക്കെ വെച്ച സാമ്പാർ ഉണ്ടായിരുന്നു. കട്ടിക്ക് കുരുങ്ങനെ ഇരിക്കുന്ന സാമ്പാർ. അത് ചെമ്മീൻ പെപ്പർ റോസ്റ്റ്. വേറെ ഒന്നുമില്ല, ഉള്ളി, ചെറിയുള്ളി, കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല വറ്റിച്ച ചെമ്മീൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റാണ്. കുഞ്ഞി മാന്തൽ കിട്ടി, ചെറുതിട്ടോ. ഇവിടെ സീബ്ര മാന്തൽ എന്നാണ് പറയുന്നത്. അത് ഞാൻ പൊള്ളിച്ച് തേങ്ങ ഒന്നും ഇടാണ്ട് നല്ല കിടുവായിട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റാണ് മാന്തൽ. അപ്പം ഇതും തയ്യാർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ എല്ലാവരും കഴിക്കാം, സന്തോഷമായിട്ടിരിക്കാം. വിഷിംഗ് യു ഓൾ എ വെരി വെരി ഹാപ്പി ക്രിസ്മസ്. ലവ് യു ഓൾ. ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ.